പല താരങ്ങളും ഇപ്പോൾ മോഹൻ ശർമ്മയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥ വന്നു എന്നതൊരു വാർത്തയാക്കി അതുപോലെ അതിനെക്കുറിച്ച് സംസാരിക്കാനും തയ്യാറാവുകയാണ്. അത്തരത്തിൽ പല സംവിധായകന്മാരും നിർമ്മാതാക്കളും പറയുന്നത് പ്രകാരം നോക്കിയാൽ എൻ്റെ അച്ഛന് പലപ്പോഴായി തന്നെ ഇത്തരത്തിൽ വളരെയധികം സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരും ഇതുപോലെ തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വാർത്തയായി തന്നെ പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുന്ന വാർത്തയോടൊപ്പം തന്നെ ആരാധകരുടെ പ്രീതിയും വളരെയധികം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നു. തൻ്റെ അമ്മയും തൻ്റെ അമ്മയുടെ അമ്മയും കാരണം അച്ഛൻ തൻ്റെ വീട്ടിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. മദ്യപാനമോ പുകവലിയോ പോലും ഇല്ലാത്ത മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നത് വളരെയധികം വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളിലൂടെയാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്നത് കൂടി എടുത്തു പറയുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. എല്ലാവരും മോഹൻകുമാറിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോഴും മോഹൻകുമാറിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നതാണ് എല്ലാവരും ചിന്തിക്കുന്ന മറ്റൊരു വിഷയം. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പ്രീതി അനുസരിച്ച് തന്നെ ഇതിനുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഇതിൽ കൂടി കേൾക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ മോഹൻ ശർമ്മയുടെ വാർത്തകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ ഒരു കാരണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3000-4000 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ വീടുകൾ, ഫ്ളാറ്റുകൾ ഒക്കെ തന്നെയും ആഘോഷമാക്കിയിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ 69-ാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ തന്നെ സഹിച്ചുകൊണ്ട് ഒരു വൃദ്ധസദനത്തിൽ കഴിയുകയാണ്. തന്നെ നോക്കാനോ തനിക്ക് ചിലവിന് നൽകാനോ മരുന്ന് വാങ്ങാൻ പോലും പൈസയില്ല, തന്നോടൊപ്പം നിൽക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ മോശം അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ കരകയറ്റണം എന്നതാണ് മലയാളികൾ തന്നെ ഇപ്പോൾ നോക്കുന്ന ഒരു കാര്യം. ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹശേഷം ഐശ്വര്യ എന്നൊരു വളർത്തുമകൾ കൂടി ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ പറയുന്നൊരു കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനും പറ്റും. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നു എന്നുകൂടി നമുക്ക് പറയാൻ പറ്റുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കാനും പറ്റും. പ്രേക്ഷകർ പ്രീതിയോടെ തന്നെയാണ് ഈ വാർത്ത കാണുന്നത്. എങ്ങനെയെങ്കിലും മോഹൻകുമാറിനെ രക്ഷപ്പെടുത്തണമെന്നതാണ് ആഗ്രഹം. ഒരിക്കൽ തന്നെ വാതോരാതെ അച്ഛനെപ്പറ്റി സംസാരിച്ചത് ഇപ്പോഴും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നു എന്നതാണ് സത്യം. വളർത്തച്ഛനാണ്, സ്വന്തം അച്ഛനല്ല. എന്നിട്ട് പോലും അച്ഛനെപ്പറ്റി ഒരു മോശം പോലും ഐശ്വര്യ പറഞ്ഞില്ല. എന്നാൽ അമ്മ ലക്ഷ്മിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ഐശ്വര്യ പറഞ്ഞിരുന്നു. അച്ഛൻ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ അമ്മയും അമ്മുമ്മയുമായി തന്നെ അടുത്തു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അത് പക്ഷേ 5 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. 5 വർഷമായപ്പോഴേക്കും അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹം തന്നെ ആരോടും പറയാതെ വഴക്കൊന്നും കൂടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു ചെയ്തത്. അതൊരു വല്ലാത്ത ഷോക്കായിരുന്നു. എന്നാൽ എന്നോട് ഇപ്പോഴും വളരെയധികം സ്നേഹമാണ് അദ്ദേഹത്തിനെന്നൊരിക്കൽ ഐശ്വര്യ പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.